വെൽക്കം ബാക്ക് സ്റ്റോറി വേൾഡ് കുക്കിംഗ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് മട്ടൺ ബിരിയാണി വീട്ടിലുണ്ടാക്കിയെടുക്കാം. ആദ്യം മട്ടണിലെ കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഉള്ളി അരിഞ്ഞത്, അതുപോലെ 2 കഷ്ണം പട്ട, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിക്കണം. ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ബിരിയാണിക്ക് മസാലയ്ക്കുള്ളത് ഇനി നമുക്ക് മസാല ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മസാലയ്ക്ക് ഒന്ന് റെഡിയാക്കി വെക്കാം. കുറച്ച് ഉപ്പിട്ടതൊന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ചു കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഉള്ളി തക്കാളിക്ക്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള അരി ഒന്ന് കഴുകിയിട്ട് സെറ്റാക്കി വെക്കാം. പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഡ്രൈ ഗരം മസാലാസ് എല്ലാം ഒന്ന് ആഡ് ചെയ്യാം. വെള്ളമൊക്കെ തിളക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് സെറ്റായി റെഡിയാണ്. കഴുകി വൃത്തിയാക്കി വെച്ച അരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 2 കിലോ ബാസ്മതി ഡയമണ്ട് റൈസിൻ്റെ ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. മസാല പൊടികൾ എത്ര ചേർക്കണം എന്ന് പറഞ്ഞ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ഉള്ളിയെല്ലാം ഒന്ന് വറുത്തെടുത്ത് റെഡിയാക്കണം. ഉള്ളി തക്കാളിയൊക്കെ ഏകദേശം വെന്ത് റെഡിയായി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും എത്തിച്ചേരും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. ഇവിടെ 1.5 കിലോ മട്ടനാണ് എടുക്കുന്നത്. ഒന്നര കിലോ മട്ടൺ, 2 കിലോ അരി ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സവാള 1 കിലോ, തക്കാളി 3/4 കിലോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് അരച്ചതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു കൊടുക്കണം. ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ്. ഏകദേശം ബന്ധമൊക്കെ റെഡിയാണ്. നമുക്ക് വേവിച്ചെടുത്ത മട്ടൺ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഏകദേശം മസാല റെഡിയാണ്. നാരങ്ങ നീര് ആഡ് ചെയ്യണം. ഇനി നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ കൂട്ടായിട്ടുള്ള സലാഡ്, റൈത്ത ഉണ്ടാക്കിയെടുക്കാം. അതിന്
കുക്കുംബർ, ഉള്ളി, പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സലാഡ് കട്ട് ചെയ്ത് റെഡിയാണ്. ഇനി തൈരൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. റൈത്ത സലാഡ് റെഡിയായി. ബിരിയാണിക്കുള്ള ചോറ്, റൈസ് അരിപ്പയിലിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കണം. ഉള്ളി വറുത്തതൊക്കെ ഇട്ട് കുറച്ച് നെയ്യ് ചൂടാക്കി എടുക്കാം. 2 കിലോ ബിരിയാണിക്ക് ഒരു 150 ഗ്രാം നെയ്യും ഓയിലും മിക്സ് ചെയ്ത് ഇതിനൽപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കണം. അല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഉള്ളി വറുത്തത്. ഇപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കും. ഇവിടെ റൈസ് മാത്രമേ ദമ്മ് ചെയ്യുന്നുള്ളൂ, മസാല അടിയിലിടുന്നില്ല. അതിനൽപ്പം ഉള്ളി വറുത്തത്, കശുവണ്ടി പരിപ്പ്, മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഫുഡ് കളർ. ഇത് ബിരിയാണി പല രീതിയിൽ ഉണ്ടാക്കുന്നത്. ദമ്മ് വേണമെങ്കിൽ ചെയ്യാം, നമ്മളിവിടെ സെപ്പറേറ്റാണ് ചെയ്യുന്നത്. ദമ്മൊക്കെ റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി മിക്സ് ചെയ്തൊന്ന് വെക്കാം. വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.